മലയോരത്തെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം പാടാങ്കവല പള്ളിമുറ്റത്താണ് കാട്ടാന എത്തിയത്. പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിയുന്നത്. പയ്യാവൂരിന്റെ അതിർത്തി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. ആടാംപാറ, ചന്ദനക്കാംപാറ, ചീത്തപ്പാറ, കന്മതപ്പാറ, പാടാങ്കവല, കാഞ്ഞിരക്കൊല്ലി മേഖലകളിലാണ് കാട്ടാനകൾ എത്തുന്നത്. ഇടവിട്ട് വേനൽമഴ പെയ്യുന്നതിനാൽ പകൽ സമയത്തും കനത്ത കോടമഞ്ഞായതിനാൽ ആന തൊട്ടടുത്തുള്ളതുപോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പാടാങ്കവല മദർ തെരേസ പള്ളിമുറ്റത്തുവരെ കാട്ടാനയെത്തി. ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെയും വെള്ളിയാഴ്ച പുലർച്ചെയുമായാണ് ഒറ്റയാനായ കാട്ടുകൊമ്പനെ പരിസരവാസികൾ കണ്ടത്. പള്ളിയിൽ നിന്ന് 50 മീറ്റർ ദൂരത്താണ് പാടാങ്കവലയിലെ വനം വകുപ്പ് ഓഫീസ്. വനം വകുപ്പിന്റെ അനങ്ങാപ്പാറ നിലപാടിനെതിരെ നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാണ്. പയ്യാവൂർ അതിർത്തിയിലെ കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജിത്തു തോമസ് ആവശ്യപ്പെട്ടു. കാട്ടാനക്കൂട്ടം നിരന്തരം വന്ന് സ്വന്തം ഭവനത്തിൽ നിന്ന് ഒരു 5 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആളുകളുള്ളത്. പയ്യാവൂർ പഞ്ചായത്ത് കോടികൾ മുടക്കി കൊട്ടിഘോഷിച്ച് നടത്തിയ ആനബലിയുടെ അവസ്ഥ എന്തായി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപ ഇനി ആർക്ക് കിട്ടും എന്നുള്ളത് മാത്രമാണ് ബാക്കി. നിരന്തരം കാട്ടുജീവികളുടെ ശല്യം. നിലവിൽ പാടാങ്കവല DM കോൺവെന്റിന് സമീപത്തെ വനത്തിലാണ് ആനയുള്ളത്. അതേസമയം ചിഹ്നം വിളികേട്ട് പുലർച്ചെ ഒറ്റക്കൊമ്പനെ കാടുകയറ്റിയതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. കാടുകയറ്റിയാലും മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും കാടിറങ്ങി വരുന്നതാണ് പ്രധാന പ്രശ്നം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ മുന്നിൽപ്പെട്ട പാടാങ്കവല പള്ളി മുൻ വികാരി ഫാദർ ജിസ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിൽ വിഹരിക്കുന്ന ആനയെ എത്രയും വേഗത്തിൽ കാടുകയറ്റാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.